ഒരു ചെറിയ വെറൈറ്റി പിടിച്ചാലോ? ഒരു സ്ക്വിഷി റെഡിയാക്കാം. ആ സ്ക്വിഷിയിൽ ചെറിയൊരു വെറൈറ്റി ഉണ്ടോ? ഒരു ഷേപ്പിനകത്ത് വേറൊരു ഷേപ്പ്. ആദ്യം നമുക്കൊരു പേപ്പറിനകത്തൊരു ഷേപ്പ് വരച്ച് കൊടുക്കാം. ഞാനിവിടെ സർക്കിൾ വരച്ച് അതിനകത്ത് മുട്ടിയും മുട്ടില്ല എന്നുള്ള രീതിയിൽ ഒരു ട്രയാങ്കിളും കൂടെ വരച്ച് കൊടുത്ത് ഫുള്ളായിട്ട് അങ്ങ് കളർ ചെയ്തെടുത്തിട്ടുണ്ടേ. അങ്ങനെ ഫുള്ളായിട്ട് കളർ ചെയ്തിട്ട് ഇനി ഇത് പേപ്പറൊന്നും മടക്കി വെക്കാം. നമുക്ക് ബാക്ക് സൈഡും കൂടെ വേണമല്ലോ. അത് കാരണം ഇനി അതിൻ്റെ പുറത്തോട്ടൊക്കെ സെല്ലോ ടേപ്പ് ഒട്ടിക്കാം. എല്ലാവരും ഷേപ്പ് കട്ട് ചെയ്തിട്ട് സെല്ലോ ടേപ്പ് ഒട്ടിക്കും. ഞാനാണെങ്കിൽ സെല്ലോ ടേപ്പ് ഒട്ടിച്ചിട്ട് കട്ട് ചെയ്തെടുക്കും. അതാണ് കുറച്ചുകൂടി എനിക്ക് കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയത് കേട്ടോ. ഇനി നമുക്ക് ഷേപ്പ് കട്ട് ചെയ്തെടുക്കാം. ഷേപ്പ് ഇങ്ങനെ 2 ഷേപ്പും കട്ട് ചെയ്തെടുത്തിട്ട് ഇനി എന്താ പരിപാടി? ഇതിനകത്ത് സംഭവങ്ങൾ നിറയ്ക്കാം. സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോട്ടൺ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവർ എന്താണോ നിങ്ങളുടെ കൈവശമുള്ളത് അതങ്ങ് ഫുള്ളായിട്ട് നിറച്ചെടുക്കാം. എന്തായാലും സൗണ്ട് കേൾക്കുകയാണെങ്കിൽ കോട്ടണോ പ്ലാസ്റ്റിക് കവർ നിറയ്ക്കുന്നതായിരിക്കും ബെറ്റർ. പേപ്പർ നിറച്ചാൽ അത്ര വലിയ സൗണ്ട് കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇനി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇതിനകത്തോട്ട് ഫില്ല് ചെയ്യാൻ കുറച്ച് പാടുപെട്ട് കേട്ടോ. എന്തായാലും സംഭവം രണ്ടും ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റൗണ്ടിൻ്റെ നടുക്കോട്ട് വീണ്ടും സെല്ലോ ടേപ്പ് ഒട്ടിക്കണം. സെല്ലോ ടേപ്പിൻ്റെ കളിയാണിത് മൊത്തത്തിലങ്ങ്. ഇനി നമ്മുടെ ഷേപ്പിൽ ട്രയാങ്കിൾ എടുത്തൊട്ടിച്ച് കഴിഞ്ഞാലോ നമ്മുടെ സ്ക്വിഷി റെഡി ആയിട്ടുണ്ടേ. സംഭവം ഇഷ്ടപ്പെട്ടു? ഇത് ഇച്ചിരി വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.